ഹായ് ഫ്രണ്ട്സ്, ഗാർഡൻ ഓഫ് ഹോംസിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പച്ചമുളക് പറിക്കണം വിചാരിച്ചു. ഇപ്പോൾ അത് പച്ചമുളകും പഴുത്ത മുളകായിപ്പോയി, എല്ലാം പഴുത്തുപോയി. ഞാൻ 2 ദിവസമായിട്ട് കാര്യമായിട്ട് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അതിൻ്റേതായ കണ്ട് എല്ലാം ചുവന്നുപോയി. ഇന്നിപ്പം ഇതെല്ലാം പറിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈകൾ ഞാൻ നട്ടില്ലേ, അത് കുറേ എണ്ണം പോയി കേട്ടോ. കുറേ എന്ന് വെച്ചാൽ കുറേ. എനിക്കൊന്ന് എൻ്റെ മണ്ണ് ഞാൻ പറഞ്ഞില്ലേ, വേരിനാണ് പരിക്ക് പറ്റി. വേരിൽ നിന്നാണ് പ്രശ്നം വന്ന് നശിച്ചു പോകുന്നത്. അപ്പം എൻ്റെ മണ്ണിന് എന്തോ കുഴപ്പമുണ്ട്, അതിൻ്റെ അകത്ത് വേംസ് കൂടുതലായിരിക്കാം. അപ്പോൾ ഇനി ഞാൻ കുറച്ച് എന്താ പറയുക, നമ്മുടെ വേപ്പൻ പിണ്ണാക്കൊക്കെ വാങ്ങിച്ചിടാം. പിന്നെ വേറെ എന്തോ 1-2 ഐറ്റം മണ്ണിൻ്റെ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണം. കണ്ടോ, മുളകൊക്കെ ആകെ വാടി നിൽക്കുന്നു. കൂടെ നട്ടതൊന്നും കാണാൻ പോലും ഇല്ല, കംപ്ലീറ്റ് പോയി. അതേപോലെ പല ഗ്രോ ബാഗിലും നട്ടത് കംപ്ലീറ്റ് പോയി. ഇവിടെ ഇതിലൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇതിലൊരെണ്ണേ ഉള്ളൂ, അതിലില്ല. ഇങ്ങനെ അവിടെ ഉള്ളത് പലതും പോയതാണ്. ഇതാണ് അവസ്ഥ, ഇങ്ങനെയാണ് പോകുന്നത്. മണ്ണിൽ നിന്ന് എന്തോ കിട്ടുന്ന പണിയുണ്ടാവും, വേരിൻ്റെ ഭാഗം അഴുകി പോകുന്നതാവും. എന്താ എനിക്ക് ഒന്നല്ലെങ്കിൽ ഞാൻ നമ്മുടെ കോഴിവളം ചേർത്തതാണോ അല്ലെങ്കിൽ മണ്ണിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. ഇതിന് മുമ്പ് എനിക്ക് അത് കോഴിവളം ചേർക്കാതെ തന്നെ പണ്ട് നട്ടപ്പോഴും ഇതേപോലെ മണ്ണിൽ നിന്ന് പ്രശ്നം വന്ന് ഒരുപാട് പ്ലാന്റ്സ് പോയി. അതേപോലെ ആണെന്ന് തോന്നുന്നു എനിക്കിത്. അപ്പം ലത ചേച്ചി എന്തോ ഒരു പ്രോഡക്റ്റ് ഒരു സാധനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അത് വാങ്ങിച്ച് എല്ലാ മണ്ണും ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഇനി അടുത്ത നടുന്നുള്ളൂ ഞാൻ. കാരണം അതുകൊണ്ടും ആവാം ഈ ചെടികളിങ്ങനെ നരച്ച പോലെ ആവുന്നത്. ഇതേപോലെ മണ്ണിനുള്ള ആ വേമിൻ്റെ എന്തോ നിമാവിരയുടെ അറ്റാക്ക് കൊണ്ടാവാം അങ്ങനെ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഇരിക്കുന്നു. ഇനി അതെന്തെങ്കിലും ചെയ്യണം. കണ്ടോ, നമ്മുടെ കോളിഫ്ലവറൊക്കെ വെച്ചു ആണ്, അതും ഇതേപോലെ പോയി. പിന്നെ അവിടെ 1-2 നിൽപ്പുണ്ട്, ബാക്കി പലതും പോയി. അങ്ങനെ ഞാനിനി അടുത്ത് എന്തായാലും ഒന്ന് ശരിയാക്കി നോക്കിയിട്ട് ഇനി വല്ലതും ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ബേർഡ്സ് എല്ലാം രാവിലെ കലബല അവർ ബിസിയിലാണ്, അവരുടെ പരിപാടികളൊക്കെ നടക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞത് അമ്മയച്ഛനും നന്നായിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഞ്ചസുകൾ 2 ഫീമെയിൽസിനെ വാങ്ങിച്ചത് ഇതിൽ ഓപ്പൺ ചെയ്ത് വിട്ടു. അപ്പം അവർ പേരൊക്കെ ആയി ഇരിക്കുന്നു, പാരൻസ് ആണത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏവിയറി വിശേഷങ്ങൾ. നമ്മൾ തുറന്നു വിട്ടവൻ ഒറ്റയ്ക്കിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത